വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് ഈ വോയിസുമായിട്ട് വരാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, എല്ലാവരും വളരെ പാനിക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്നാൽ ചില ആളുകളുടെ ഡൗട്ടുകളിൽ നിന്ന് മനസ്സിലായത് അവർക്ക് ഈ അവസരം മുതലാക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടത്തിലാണ്. കാരണം നല്ലൊരു റിക്കവറി, നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇന്ന് ഡെയിലി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഇങ്ങനത്തെ ഇടിവുകളൊക്കെ ഇതിനു മുമ്പും മാർക്കറ്റിലുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ പെട്ടെന്നൊരു മൈൻഡിന്റെ ചിന്താഗതി കൊണ്ട് പോർട്ട്ഫോളിയോ മൊത്തം കിട്ടുന്ന ലോസിൽ വിറ്റ് കാലിയാക്കി ഓടുന്നവരാണ് കൂടുതലും. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയും കുറെ കഴിഞ്ഞ് ഇതൊക്കെ മറന്ന് വീണ്ടും മാർക്കറ്റ് ന്യൂസുകളിലോ യൂട്യൂബിലോ ഒക്കെ പറന്ന് കയറുന്നു എന്ന് കാണുമ്പോൾ തിരിച്ചു വന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം കുറച്ച് പ്രോഫിറ്റുകൾ കിട്ടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ലോൺ എടുത്ത് വരെ അല്ലെങ്കിൽ തന്റെ ജോലി ഉപേക്ഷിച്ച് വരെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും തയ്യാറാകുന്ന ഒരുപാട് ആളുകളെയാണ് നമ്മൾ ഇന്നും കാണുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറയുമ്പോൾ ചിന്തിച്ചു നോക്കാം, ഞാൻ അങ്ങനെയുള്ള ഒരാളാണോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഗ്രീഡിയോടെ മാർക്കറ്റിനെ സമീപിച്ചിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഞാൻ വരുത്തി വെച്ചിരിക്കുന്ന ഒരാളാണോ? അതിനുശേഷം ഞാൻ എല്ലാം മറക്കും, ഇനി ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിനോട് പെരുമാറുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് കാലം കഴിയുമ്പോൾ വീണ്ടും ഞാൻ എന്റെ പഴയ ശങ്കരൻ പിന്നെയും തെങ്ങേൽ എന്ന ലെവലിൽ തന്നെ പോയ ആളാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികൾ വലിയ അവസരങ്ങളാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഫെബ്രുവരി 13 മാർക്കറ്റ് മാഗ്നറ്റില് നമ്മൾ കൊടുത്ത ബക്കറ്റ് സ്റ്റോക്സുകൾ അത് ഇന്ന് ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഇത്രയും ക്രാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടും എന്താണ് അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാണ് മാർക്കറ്റിൽ ഇടപെടേണ്ടത്. മാർക്കറ്റ് വളരെ സെന്റിമെന്റൽ ആണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് മാർക്കറ്റിൽ അത് എഫക്റ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പൊ അത് കണ്ട് പേടിച്ചോടാനുള്ളതല്ല മാർക്കറ്റ്. എന്നാൽ മാർക്കറ്റ് വളരെ ഹൈയിലേക്ക് പോകും എന്ന് കാണുമ്പോൾ, അല്ലെ ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് കാണുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ബക്കറ്റ് സ്റ്റോക്കുകളിലൊക്കെ. എന്താണ് ബക്കറ്റ് സ്റ്റോക്ക് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മൾ ഓൾറെഡി മാർക്കറ്റ് മാഗ്നറ്റിന്റെ പ്രീമിയം ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ആഴ്ചകളിൽ ഒരുപാട് ബക്കറ്റ് സ്റ്റോക്കുകൾ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറയാം, അതായത് ബക്കറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന നല്ല കമ്പനികൾ റിസർച്ചോടെ കണ്ടെത്തി ഒരു കൂട്ടം സ്റ്റോക്കുകൾ ഒരു ബക്കറ്റ് ബേസിൽ കൊടുക്കുക എന്നുള്ള ഒരു തീമാണ്. അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ബക്കറ്റ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റോക്കുകൾ വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ നല്ല നല്ല അവസരങ്ങൾ മുതലാക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഈ സമയമാണ് നമ്മൾ മാർക്കറ്റിനെ വിനിയോഗിക്കേണ്ടത്. ഒരുപാട് പേര് വലിയ വലിയ പ്രോഫിറ്റുകൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. ഇതുപോലെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കറക്ഷൻ കിട്ടാൻ വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്, ഫണ്ടുമായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ. അപ്പൊ ഈ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ ഉള്ള അവസരങ്ങൾ പറ്റും. നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ ഈ കൊറോണ ക്രാഷ്, അതിനു മുമ്പുള്ള ക്രാഷുകൾ, മാർക്കറ്റ് ഇങ്ങനെയാണ്. ഈ അവസരങ്ങളൊക്കെ മുതലാക്കി ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് അവസരങ്ങളാണ്.
ഇപ്പൊ ട്രേഡിങ് ശരിയാണ്, നമുക്കിപ്പോ എങ്ങനെയുള്ള മാർക്കറ്റ് പൊട്ടിയാലും മാർക്കറ്റ് കയറിയാലും നമുക്കൊരു സൈഡ് വൈസ് മാർക്കറ്റ് ആകാണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സൈഡിലേക്കുള്ള ട്രെൻഡിങ് മൂവ്മെന്റിൽ നമുക്ക് ഏത് സൈഡും ട്രേഡിങ് യൂസ് ചെയ്യാം. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എവിടെ യൂസ് ചെയ്യണം? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, ഇങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങളിൽ മാർക്കറ്റിൽ വല്ലപ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ചെയ്യുന്ന മാർക്കറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നല്ലതാണെന്ന് ഉറപ്പുവരുത്തും. ഇപ്പൊ മാർക്കറ്റ് മാഗ്നറ്റ് ഫെബ്രുവരി 13 കൊടുത്ത ബക്കറ്റ് സ്റ്റോക്കുകൾ എത്ര എണ്ണമാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എത്ര നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത്രയും വലിയ ക്രാഷ് വന്നിട്ട് അത് ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കമ്പനികൾ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല നല്ല അവസരങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നല്ല നല്ല അവസരങ്ങളിൽ പകുതി ബുക്ക് ചെയ്യുക, വീണ്ടും താഴേക്ക് വരുമ്പോൾ നല്ല ലെവലിൽ ആവറേജ് ചെയ്യുക. കാരണം അത്രയും നല്ല കമ്പനികളാണ്. അല്ലാണ്ട് ഏതെങ്കിലും പെന്നി സ്റ്റോക്കിലോ ഏതെങ്കിലും സഡൻ ടെക്നിക്കലിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ പോയി ആവറേജ് ചെയ്യാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബക്കറ്റ് സ്റ്റോക്കുകളുടെയൊക്കെ ഒരു ചാകരയാണ് ശരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്നത്. വളരെ വലിയ ഒരു നല്ല മെത്തേഡാണ് ഈ ബക്കറ്റ് സ്റ്റോക്ക്. അപ്പൊ തീർച്ചയായും അതിന്റെ രുചി അറിഞ്ഞവർക്ക് അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് കാണാം ഇനിയും. അതുപോലെ മാർക്കറ്റിൽ നിന്ന് വിട്ടേച്ചോടുന്നവര് അവർ എന്നത്തേക്കുമായിട്ട് ഓടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പൈസയെങ്കിലും അവരുടെ ഇരിക്കുമല്ലോ. കാരണം മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനോട് പൊരുതാൻ തയ്യാറായിട്ടായിരിക്കണം മാർക്കറ്റിൽ വരുന്നത്. ക്ഷമയാണ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ വിജയമന്ത്രം. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക, നമ്മുടെ ഒരു ക്യാപിറ്റൽ ഇന്നത്തെ ലെവലിൽ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ബാങ്കിൽ ഇട്ടാൽ 10 വർഷം വേണം നമുക്കത് ഡബിളായി കിട്ടാൻ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആകണമെങ്കിൽ ഒരു നോർമൽ ബാങ്കിൽ 10 വർഷം കഴിയണം, ചിലപ്പോൾ 11 വർഷം കഴിയണം. അപ്പൊ അങ്ങനെ ഒരു കാലയളവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റോടെ ആയിരിക്കണം എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ സമീപിക്കാൻ. അങ്ങനെ ഒരു സമീപനമാകുമ്പോൾ ചിലപ്പോൾ 10 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബക്കറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആശയമൊക്കെ നിങ്ങൾ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അത്രയും നല്ല മേഖലയാണ്. കാരണം ബുദ്ധിയുക്തിയാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. ബക്കറ്റ് സ്റ്റോക്കിന്റെ സെറ്റപ്പുകൾ എന്താണെന്നുള്ളത് തീർച്ചയായും നിങ്ങൾ മാർക്കറ്റ് മാഗ്നറ്റിൽ അനുഭവിച്ചവരാണ്. അപ്പൊ മുൻപോട്ടും നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതലും നമ്മൾ ബക്കറ്റ് സ്റ്റോക്കുകൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മാർക്കറ്റിൽ നിന്ന് ഓടുന്നവര് എന്നത്തേക്കുമായിട്ട് ഓടുക. അല്ലാണ്ട് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയി തിരിച്ചു കയറുന്നു. ഇപ്പൊ നമ്മൾ ഈ അടുത്ത 1-2 ആഴ്ചകളിൽ മാർക്കറ്റ് തിരിച്ചു കയറുന്നു, ഒരുപാട് പേര് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പൊ മാർക്കറ്റ് മാന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എൻക്വയറി എടുക്കുന്നു, ജോയിൻ ചെയ്യുന്നു, കയറുന്നു. പക്ഷെ ഇന്നത്തെ ക്രാഷിൽ അവർ മേടിച്ചിട്ടുണ്ടാവും. അയ്യോ ഞാൻ ജോയിൻ ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ ഞാൻ വെള്ളിയാഴ്ച കുറച്ച് സ്റ്റോക്കുകൾ മേടിച്ചിട്ടുപോയി പണ്ടാരം അടങ്ങാന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും നമുക്ക് മാർക്കറ്റ് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടത് ക്ഷമയോടെയാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നല്ലതായിരിക്കണം. പ്രത്യേകിച്ച് ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, നമ്മളൊരു ലോങ് ടേമാണ്. ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് അതൊരു ലോങ് ടൈമിലായിട്ട് തന്നെ കാണുക. അല്ലാണ്ട് ഇപ്പം ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വലിയൊരു പ്രോഫിറ്റിൽ കണ്ട സാധനം ഒരു 25% 30% ഇടിച്ച് താഴേക്ക് വരുമ്പോഴേ പേടിക്കരുത്. അതൊരു ലോങ് ടൈമാണ്. ഇപ്പൊ നിങ്ങളൊരു MBBS ആകാൻ പഠിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എത്ര വർഷത്തെ നിങ്ങളുടെ കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സാധാ കൃഷിക്കാരനാണ്, ഒരു റബ്ബർ വെച്ചു, ആ റബ്ബർ കയറി വന്ന് വെട്ടി അതിന്റെ ഈൽഡ് എടുക്കേണ്ട 10 വർഷങ്ങളും വേണ്ടേ? അപ്പൊ ഇതെല്ലാം വെയിറ്റിംഗ് ആണ്. നമ്മുടെ മുന്നോട്ടുള്ള എന്ത് മേഖലകളും ചിന്തിച്ചു നോക്കൂ, എല്ലാം വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് അതിന്റെ രുചി അല്ലെങ്കിൽ അതിന്റെ ബലം അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ ബലം രുചിയോടെ അനുഭവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പലരും ഇപ്പൊ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, നേരത്തെ കണ്ടിരിക്കുന്ന പല സ്റ്റോക്കുകൾ ഇപ്പൊ ഇത്രയും വലിയ ക്രാഷൊക്കെ ഇന്നൊരു ദിവസം വന്നു. എന്നാൽ പോലും നിങ്ങൾ പണ്ട് കണ്ടിരിക്കുന്ന സ്റ്റോക്കുകളുടെ ലെവലിലേക്ക്, നല്ല നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളുടെ നല്ല നല്ല ലെവലുകളിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ടോ? ചില സ്റ്റോക്കുകൾ 52 വീക്കിലോ പോയിട്ടുണ്ടാവും ഒരു വർഷത്തെ സെറ്റപ്പിലേക്ക്. എന്നാൽ നല്ല നല്ല ബ്ലൂ ചിപ്പ് കമ്പനികൾ നിങ്ങൾ എടുത്തു നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളൊരു 5 വർഷം മുമ്പ് കണ്ട സ്റ്റോക്കുകൾ, നല്ല നല്ല കമ്പനികൾ നിങ്ങൾ വരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നോവ ഇൻട്രാഡേ കളിച്ച് കളഞ്ഞതാ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് എടുത്ത് കളഞ്ഞതാ, ഇന്ന റേറ്റിൽ എൻ്റെ ഉണ്ട്. എത്രയോ പേര് ഈ വോയിസ് കേൾക്കുന്ന എത്രയോ പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇന്ന് അത് ഏത് ലെവലിലാണ് നിൽക്കുന്നത്? നമുക്കങ്ങനെ ചിന്തിക്കാൻ മാത്രമേ യോഗമുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഭൂരിഭാഗം പേർക്കും ചിന്തിക്കാൻ മാത്രമേ യോഗമുള്ളൂ.
എന്നാൽ അവൻ അവന്റെ ഇടേണ്ട പൈസ ഇടുകയും അവൻ ഉണ്ടാക്കേണ്ട നഷ്ടം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവൻ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങി പോവുകയും അല്ലെങ്കിൽ കുറെ ട്രേഡുകൾ എടുത്ത് ഒരുപാട് ആവറേജ് ചെയ്ത് ലോക്കൽ സ്റ്റോക്കുകളിലൊക്കെ ഒരുപാട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ബേസ് ആണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തേക്കുക, നമ്മുടെ ഫണ്ട് ഫ്രീ ആക്കിയേക്കുക. അതുപോലെ അത്യാവശ്യം ഒരു പ്രോഫിറ്റ്, ഒരു സ്വിംഗ് ട്രേഡ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് വന്നാൽ നമ്മൾ റൂള് കീപ്പ് ചെയ്യുക. ഞാൻ 5% പ്രോഫിറ്റിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ 10% പ്രോഫിറ്റിൽ ഇറങ്ങും, അല്ലെങ്കിൽ ആ ലെവലിൽ ഞാൻ പകുതി വിൽക്കും, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് ഞാൻ വിൽക്കുന്നില്ലെങ്കിൽ കോസ്റ്റിലേക്ക് കയറ്റിയിടും, അതിനുശേഷം ട്രയൽ ചെയ്തെടുക്കും. ഇങ്ങനെ ഒരുപാട് റൂളുകൾ നമുക്ക് പാലിക്കാം. പക്ഷെ ഈ റൂളുകൾ പാലിക്കുമ്പം ഒരു ദിവസം ഒരു റൂള്, വേറെ ദിവസം വേറെ റൂള്, വേറെ ദിവസം വേറെ റൂള് എന്ന കണ്ടീഷൻ ആവരുത്. കാരണം ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിറ്റെടുന്ന് സ്റ്റോക്ക് താഴെ ഇറങ്ങണം, ഞാൻ വിറ്റെടുന്ന് ഒട്ടും കയറിപ്പോരുത്, കയറിപ്പോയ സങ്കടം, എന്നാൽ താഴേക്ക് വന്നാൽ സന്തോഷം, ഞാൻ വിറ്റല്ലോ രക്ഷപ്പെട്ടു. അപ്പൊ ഒരിക്കലും മാർക്കറ്റിനെ നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ ഇടയിലെ മെയിൻ ആളുകളാണ്. നമ്മളൊരു ലോങ് ടൈമിലേക്കാണ് സ്റ്റോക്കുകൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ SIP ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നെങ്കിൽ പല പല ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മറന്നിട്ടേക്കുക. ഇപ്പൊ ഒരു 100% പ്രോഫിറ്റ് ആയി, നമ്മൾ പകുതി വിറ്റ് നമ്മുടെ പ്രോഫിറ്റ് അവിടെ ഇട്ടേക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പകുതിയും കുറച്ചുകൂടെ ഒരു 25% പ്രോഫിറ്റ് എടുത്ത് ബാക്കി അവിടെ ഇട്ടേക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിപരമായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായും നിങ്ങൾ ബക്കറ്റ് സ്റ്റോക്കുകളുടെ പ്രാധാന്യവും മനസ്സിലാക്കുക. നമ്മുടെ മുമ്പോട്ട് കൂടുതൽ ഇനി മാർക്കറ്റ് മാഗ്നറ്റിൽ ബക്കറ്റ് സ്റ്റോക്കുകളുടെ സെറ്റപ്പുകൾ കൂടുതലായിട്ടുണ്ടാവും. നല്ല അനലൈസിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബക്കറ്റ് സ്റ്റോക്കുകൾ നിങ്ങൾ രുചിച്ചറിഞ്ഞവരാണ്. അപ്പോൾ തീർച്ചയായും ബക്കറ്റ് സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായും മുന്നോട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പാനിക്കാവാണ്ട് ഈ സമയത്ത് മാർക്കറ്റിൽ നിന്ന് ഓടുന്നവർ പൂർണ്ണമായിട്ട് ഓടുക, പിന്നെ മാർക്കറ്റിലേക്ക് വരാണ്ട്. അല്ലാത്ത പിടിച്ചു നിൽക്കുന്നവർ മാർക്കറ്റിൽ അവസരങ്ങളാണ് മനസ്സിലാക്കുക. വലിയ വലിയ അവസരങ്ങളാണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിർത്തുവാണ്, വോയിസ് ലോങ് ആവുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനത്തെ ഒരു താരിഫിന്റെ പ്രോബ്ലം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ HDFC ബാങ്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ റിലയൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ SBI ബാങ്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ICC ബാങ്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? CDSLന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? BSEക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ കമ്പനികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത് ഇടിയണത്? ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനത്തെ വലിയ വലിയ കമ്പനികൾക്ക്, ഇനി പോട്ടെ ചെറിയ ചെറിയ കമ്പനികൾക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടാണോ അത് ഇടിയുന്നത്? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കമ്പനി തന്നെ ഇടിയും. മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ കമ്പനി തന്നെ ഔട്ടാവും, അല്ലെ ആ കമ്പനി തന്നെ ഇടിഞ്ഞു പൊളിച്ച് താഴെ പോരും ഒരു നെഗറ്റീവ് വന്നാൽ. അതാ കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം. ഇത് അതുകൊണ്ടാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല നല്ല അവസരങ്ങളാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏത് കമ്പനിയിലും ഒരു കമ്പനിയാണ്, അതിൻ്റെ അകത്ത് പല പല ചില ക്വാർട്ടർലി റിസൾട്ടുകൾ മോശമായിരിക്കും, ചില ഇങ്ങനത്തെ അവസരങ്ങളിൽ ഓൾറെഡി എത്ര വലിയ ബ്ലൂ ചിപ്പ് കമ്പനി ആണെങ്കിൽ ഇടിഞ്ഞ് താഴെ പോരും. ഇതൊക്കെ നമ്മുടെ അവസരങ്ങളാണ്. ഒന്നെങ്കിൽ നല്ല തത്തുല്യമായ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ബക്കറ്റ് സ്റ്റോക്കുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല നല്ല അവസരങ്ങളായിട്ട് കിട്ടുന്ന നല്ല ബ്ലൂ ചിപ്പ് കമ്പനികൾ പല പല ഘട്ടങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി അടിച്ചു പൊളിക്കുന്ന പൈസയുടെ ഒരു ഭാഗം ഒരാഴ്ച ഒരു മാസമോ അല്ലെങ്കിൽ വീക്കെൻഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പൈസയുടെ ഒരു ചെറിയ ഭാഗം ഇതുപോലെയുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ, നല്ല നല്ല ETFകൾ ഇൻവെസ്റ്റ് ചെയ്തിടുക. ബക്കറ്റ് സ്റ്റോക്കുകൾക്ക് വലിയ പ്രാധാന്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട മേഖലയാണ്. അല്ലാതെ ഞാൻ നേരത്തെ പറയുന്ന മാർക്കറ്റ് മുകളിലേക്ക് ഇനി കയറുന്നു കാണുന്നു, കയറി പോകുന്നു കാണുമ്പോൾ അയ്യോ താഴെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എത്രയായിരുന്നു എന്റെ പ്രോഫിറ്റ് താഴെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ. നിങ്ങൾ ഓരോ സ്റ്റോക്കുകളും ചിലപ്പോൾ എടുത്ത് നോക്കും. നിഫ്റ്റി ഇത്രയും കയറി, അല്ലെ ICC ബാങ്ക് ഇത്രയും കയറി, SBI ഇത്രയും കയറി, HDFC ബാങ്ക് ഇത്രയും കയറി. പക്ഷെ അങ്ങനെ കാണുമ്പോൾ ഇനി ചെറിയൊരു സപ്പോർട്ടിലേക്ക് വരിക, അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് മാർക്കറ്റിൽ കേൾക്കും, ഇനി വേണ്ട, അത് കുറേ കൂടെ താഴെ കിട്ടും. അങ്ങനെ ചിന്തിച്ചിരിക്കും. അത് വീണ്ടും കുറച്ച് സപ്പോർട്ട് എടുത്ത് അത് കയറി പോകുന്നു. അപ്പൊ പിന്നെയും വിചാരിക്കും അത് കുറച്ചുകൂടെ താഴെ വരുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയ്യോ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനി താഴെ വരുമ്പോൾ പിടിക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെന്നും ഇങ്ങനെ 10,000 ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ പോയി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഒന്നും സംഭവിക്കില്ല മാർക്കറ്റിൽ. എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം ക്ഷമ നശിച്ച് മാർക്കറ്റ് ഏറ്റവും ഹൈ ലെവലിൽ നല്ല സെറ്റപ്പിൽ നിൽക്കുമ്പോൾ ക്ഷമ നശിച്ചുകൊണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. അത് ബൾക്ക് എമൗണ്ട് കൊണ്ട് പല സ്റ്റോക്കുകളിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു 5% 10% പൊട്ടിയോ, അയ്യോ ചങ്കത്തടിച്ച് കരച്ചിലായി, എന്ത് ചെയ്യും? ലോസിൽ വിറ്റിട്ട് മാർക്കറ്റിനെ തെറി പറഞ്ഞ് പോകും. ഇതാണ് ഭൂരിഭാഗം പേർക്കും പറ്റുന്നത്. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുക, ഒരു റൂൾ എടുക്കുക. ഞാനൊരു മാസം ഇത്ര ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡെയിലി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വീക്കിലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ഒരു റൂൾ ഫോളോ ചെയ്യും. ഞാൻ ബക്കറ്റ് സ്റ്റോക്കുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. ഞാൻ തുല്യമായ എമൗണ്ടുകൾ ഒരു ബക്കറ്റിലാക്കുന്ന സ്റ്റോക്കുകൾ നിശ്ചിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നല്ല നല്ല പ്രോഫിറ്റുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയകൾ യൂസ് ചെയ്യും.
അങ്ങനെ ഞാനൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ ഏറ്റവും കൊമ്പത്ത് പോയിട്ട് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കരുത്, നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്യണം പറയാമെന്ന ഒരേ ഒരു കാര്യം ഇതും കൂടെയാണ്. മാർക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ ക്രാഷുകളിൽ നിർത്തി പോകുന്നവർ തീർച്ചയായും പൂർണ്ണമായിട്ട് പോവുക. പിന്നെ മാർക്കറ്റിലേക്ക് പൈസ കളയാനായിട്ട് വരരുത്, കാരണം നിങ്ങളുടെ പൈസ പോവും. എന്നാൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ അവസരങ്ങൾ മുതലാക്കി മാർക്കറ്റിൽ ഫുൾ ടൈം നിൽക്കുന്നവർ മാർക്കറ്റിൽ എന്നും നിൽക്കുക, ക്ഷമയോടെ, ഗ്രീഡി ഇല്ലാണ്ട്, ഭയമില്ലാണ്ട് മാർക്കറ്റിനെ സമീപിക്കുക. നിങ്ങൾക്ക് വലിയ വെൽത്ത് ക്രിയേഷനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വലിയ ഫ്രോഡുകളുടെ ഒരു കാലമാണ്. നല്ല സെബി രജിസ്റ്റേർഡ് ഫേമുകളിൽ മാത്രം അഡ്വൈസ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.